മണ്ണ് പരിരക്ഷണ മണ്ണ് സംരക്ഷണ വകുപ്പ്, കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ബ്ലോക്കിലെ 7 കൃഷിഭവനുകളുമായി സഹകരിച്ച് മണ്ണ് പരിശോധനാ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. SN പുരം തേവർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ നമ്മുടെ പ്രദേശത്തിനനുസരിച്ച് ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് കൃഷി ചെയ്യുന്ന ആളുകളാണ് എനിക്ക് മുന്നിലിരിക്കുന്നത്. അത് എനിക്ക് നന്നായിട്ട് അറിയാം ഏതൊക്കെ സാധ്യതയാണ് നമ്മുടെ ഗവൺമെന്റ് വയ്ക്കുന്നത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ആളുകളാണ്. ഗ്രോബാഗാമം ടെസ്റ്റിന് മുകളിൽ മറ്റ് കൃഷി രീതികളെല്ലാം നിങ്ങൾ ചെയ്തുകൊണ്ട് വിള നേടുന്നതിന് ആവശ്യമായ ഇടപെടലും സ്വയം പര്യാപ്തമാവുന്ന രീതിയിലേക്ക് വിവിധ കൃഷി രീതികൾ ചെയ്യുന്ന ആളുകളാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വിവിധ തരത്തിലുള്ള നിങ്ങൾക്ക് ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ ഹെൽത്തി പ്ലേസ് എന്ന് പറഞ്ഞ ഒരു വാക്ക്, ആരോഗ്യമുള്ള ഒരു ഇടം, അത് നമ്മൾ ഭക്ഷ്യധാന്യത്തിൽ സ്വയം പര്യാപ്തമാവുന്ന രീതിയിലേക്ക് ഇന്ന് കേരള ഗവൺമെന്റ് ഊന്നൽ കൊടുത്തിട്ടുണ്ട്. 957 ശേഷം വന്ന ഭൂമിക്ക് അവകാശികളില്ലാത്ത, ഭൂമി സ്വന്തമായി ഇല്ലാതിരുന്ന ആളുകൾക്ക് പോലും ഒരു തുണ്ട് ഭൂമിക്ക് അവകാശികളാവുന്ന നിയമം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. അല്ലെ, ഭൂമി ഉണ്ടെങ്കിലല്ലേ കൃഷി ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷെ ഇപ്പൊ ഭൂമിയിലെങ്കിലും കൃഷി ചെയ്യാൻ കഴിയും എന്നൊരു സാധ്യതകൾ നമ്മൾ മണ്ണിലെങ്കിലും കൃഷി ചെയ്യാൻ കഴിയുന്ന സാധ്യതകൾ വികസിപ്പിച്ചെടുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നൂതന കൃഷി രീതികൾ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പ്രദേശത്ത് ഭക്ഷ്യധാന്യം സ്വയം പര്യാപ്തമാവുന്നതിന് വേണ്ടി ഗവൺമെന്റ് സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പങ്കാണ് മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഈ പ്രദേശത്ത് കൂടി. ഉൾപ്രദേശമാണ്, വെള്ളം കയറുന്ന സ്ഥലമാണ്. മഴയും കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് ഒട്ടേറെ പ്രതികൂല സാഹചര്യങ്ങൾ നേരിട്ടുകൊള്ളുന്ന ഒരു പ്രദേശം കൂടിയാണ് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത്. അപ്പൊ അവിടെയും നൂതന രീതിയിൽ കൃഷി ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് നമുക്ക് പര്യാപ്തമാവണമെന്ന രീതിയാണ് ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. സോയിൽ സർവേ ജില്ലാ അസിസ്റ്റന്റ് ഡയറക്ടർ NM ധന്യ പദ്ധതി വിശദീകരണം നടത്തി. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ, ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ VS ജിനേഷ്, മിനി ഷാജി, മതിലകം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ CB അജിത്ത്, സോയിൽ സർവേ ഓഫീസർ MA സുധീർ ബാബു എന്നിവർ സംസാരിച്ചു. നല്ല കൃഷിക്ക് നല്ല മണ്ണ്, മണ്ണിന്റെ ആരോഗ്യ പരിപാലനം എന്ന വിഷയത്തെ അധികരിച്ച് കേരള കാർഷിക സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ദിവ്യ വിജയൻ ക്ലാസ് നയിച്ചു. ഇതോടൊപ്പം കർഷകർക്ക് തൈകൾ വിതരണവും കർഷകരിൽ നിന്ന് മണ്ണ് സാമ്പിൾ ശേഖരിച്ച് ശാസ്ത്രീയ വിശകലനം വഴി പരിശോധനാ ഫലം നൽകി കൃഷി വിളവ് കൂട്ടാനുള്ള പദ്ധതികൾക്കും തുടക്കം കുറിച്ചു. മുഗൾ ജ്വല്ലറി, സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ 3 പീടികയിലും. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ്. 1000 രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ്. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ. 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ മാറ്റമില്ല. ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. 10 പവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ. ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ്. പൊന്നിൽ തീർത്ത 3 പതിറ്റാണ്ടിന്റെ ആത്മബന്ധം. മുഗൾ ജ്വല്ലറി, 3 പീടിക ആൻഡ് തൃപ്രയാർ. You're watching True Line News.